जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी। गोपी जन वल्लभ गिरिवरधारी। गोपी जन वल्लभ गिरिवरधारी। यशोदनंदन व्रज जन रंजन। यशोदनंदन व्रज जन रंजन। यमुना तीरा वनचारी। यमुना तीरा वनचारी। जय राधा माधव कुंज बिहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। जय राधा माधव राधे। जय राधा माधव राधे। जय प्रभुपदा 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 जय प्रभुपदा। जय जय प्रभुपाद 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 जय जय प्रभुपाद। एवं विष्णुपाद परमहंस परिव्रजकाचार्य अष्टोत्तर सदस्य श्रीमद इस डिवाइन ग्रेस अभय चरणारविंद भक्ति वेदांत स्वामी श्रील प्रभुपाद की जय। अनंत कोटि वैष्णव वृंद की जय। श्री श्री गौर निताय की जय। श्री श्री राधा माधव की जय। श्री श्रीमद् भगवद गीता की जय। निताय गौर प्रेमानंदे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुद्रे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। हरे कृष्ण। ഭഗവത്ഗീത എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 48-49. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ
സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗയുജ്യതേ. യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഹേ ധനഞ്ജയ, അർജുന, യോഗസ്ഥ സന്തുലിതാവസ്ഥയിൽ, സംഘം ആസക്തി, തെക്വ ത്യജിച്ചിട്ട്, സിദ്ധ്യസിദ്ധ്യോ നേടിയാലും ഇല്ലെങ്കിലും, സമഹ സമഭാവത്തോടെ, ഭൂത്വ ഭവിച്ചിട്ട്, കർമാണി കർമ്മങ്ങളെ, കുരു ചെയ്യുക, സമത്വം സന്തുലിതാവസ്ഥ, യോഗ യോഗമെന്നത്, ഉച്യതേ പറയപ്പെടുന്നു. അല്ലയോ അർജുന, പരാജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയാണ് യോഗമെന്ന് പറയപ്പെടുന്നത്. ഭാവാർത്ഥം: യോഗസ്ഥനായി പ്രവർത്തിക്കണമെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. എന്താണ് ഈ യോഗം? സദാ അസ്വസ്ഥങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക വഴി മനസ്സിനെ പരമോന്നതനിൽ ഏകീകരിക്കലാണ് യോഗം. ആരാണ് പരമോന്നതൻ? പരമോന്നതൻ ഭഗവാനാണ്. അവിടുന്ന് തന്നെ അർജുനനോട് പൊരുതാൻ ആജ്ഞാപിക്കെ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെപ്പറ്റി ആകുലപ്പെടാൻ എന്തുണ്ട്? ലാഭവും വിജയവും കൃഷ്ണന്റേത് മാത്രം. ഭഗവതാജ്ഞയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയേ അർജുനൻ ചെയ്യേണ്ടതുള്ളൂ. കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് യഥാർത്ഥ യോഗം. കൃഷ്ണാവബോധം എന്ന് പറയപ്പെടുന്ന പ്രക്രിയയിൽ പരിശീലിക്കുന്നതും ഇതേ യോഗം തന്നെ. കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ ഒരാൾക്ക് അധീശത്വ ഭാവത്തിൽ നിന്ന് മുക്തനാവാൻ കഴിയൂ. ഒന്നുകിൽ കൃഷ്ണന്റെ സേവകനാകുക, അല്ലെങ്കിൽ കൃഷ്ണഭക്തനാവുക, കൃഷ്ണഭക്തന്മാരുടെ സേവകനാവുക. അതാണ് കൃഷ്ണാവബോധത്തോടുകൂടി സ്വധർമ്മം നിറവേറ്റാനും യോഗയുക്തനായി പ്രവർത്തിക്കാനുമുള്ള ഒരേ ഒരു വഴി. അർജുനൻ ക്ഷത്രിയനാണ്. ആ നിലയിൽ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. വർണ്ണാശ്രമ ധർമ്മത്തിന്റെ മുഖ്യ ലക്ഷ്യം വിഷ്ണുവിനെ സംതൃപ്തനാക്കുകയാണ് എന്ന് വിഷ്ണു പുരാണം ഊന്നി പറയുന്നു. ഭൗതിക ലോകത്തിൽ സാർവത്രികമായി കാണുന്നത് പോലെ സ്വയം തൃപ്തിപ്പെടുകയല്ല, കൃഷ്ണനെ സംതൃപ്തനാക്കുകയാണ് വേണ്ടത്. കൃഷ്ണനെ തൃപ്തിപ്പെടുത്താതെ ഒരാൾക്ക് വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാവില്ല. താൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുവാനാണ് അർജുനനെ കൃഷ്ണൻ പരോക്ഷമായി ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. ഉമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യത്കൃപാതമഹം വന്ദേ ശ്രീ ചൈതന്യമീശ്വരം. യത്കൃപാതമഹം വന്ദേ ശ്രീ ഗുരും ദീനതാരിണം. ഹരേ കൃഷ്ണ. ഇവിടെ കൃഷ്ണൻ പറയുന്നത് യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വാ ധനഞ്ജയ. അല്ലയോ അർജുന, യോഗസ്ഥനാവുക എന്നാണ് പറയുന്നത്. യോഗസ്ഥ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് യോഗം എന്ന് പറയുന്ന വാക്കിന് നമ്മൾ പഠിച്ചിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ, യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് പോവുക, ഭഗവാനുമായിട്ട് ചേരുക, ഭഗവാനുമായി ബന്ധിപ്പിക്കുക. ഇതാണ് യോഗം എന്ന് പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നത് യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്വാ ധനഞ്ജയ. യോഗസ്ഥനായിരുന്നു കൊണ്ട്, യോഗസ്ഥനായി ഭവിച്ചിട്ട്, സന്തുലിതാവസ്ഥയിൽ എന്നുള്ള അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ യോഗത്തിന് പറഞ്ഞിരിക്കുന്നത് യോഗസ്ഥ കുരു കർമാണി,
സന്തുലിതാവസ്ഥയിൽ ഇരുന്നിട്ട് കർമ്മങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ യോഗത്തിന് നമ്മൾ കൃഷ്ണനുമായി ചേരുക എന്ന് പറഞ്ഞ ഉള്ള ഒരു ഡെഫിനിഷനുള്ള സ്ഥിതിക്ക് ഇവിടെ സന്തുലിതാവസ്ഥയിൽ എത്തുക എന്ന് പറയുമ്പോൾ യോഗം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ്? സന്തുലിതാവസ്ഥ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഭൗതിക ലോകത്തിൽ അസന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞ എന്താണ്? അസന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ഇതിന് ഇടയ്ക്കുള്ള ചാഞ്ചാട്ടത്തിനെയാണ് അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് യോഗസ്ഥനായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഒന്നും കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ, പ്രഭുവിന് നെറ്റ് പോയിട്ടുണ്ടോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ, കട്ടായി പോയി ഇടയ്ക്ക്. എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്. നെറ്റ് ഇഷ്യൂ ആയിരിക്കും പ്രഭു, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യണം പ്രഭു. ഓക്കെ. അപ്പോൾ സമചിത്തതയോടുകൂടി ആണ് ഇരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സമചിത്തത എന്ന് പറഞ്ഞ എന്താണ്? സിദ്ധി അസിദ്ധ്യോ സമോഭൂത്വ. സിദ്ധി അസിദ്ധ്യോ സമോഭൂത്വ എന്ന് പറഞ്ഞാൽ സിദ്ധിയിലും അസിദ്ധിയിലും നമുക്ക് ലഭിക്കുന്ന കാര്യം, നമുക്ക് ഒരു സാധനം ലഭിച്ചാലും ശരി, അത് കിട്ടിയില്ലെങ്കിൽ ശരി, അത് ഇല്ലാതായാലും ശരി, അത് കിട്ടാത്ത അവസ്ഥയിലും അത് ലഭിക്കുന്ന അവസ്ഥയിലും രണ്ടിലും നമ്മൾ ഒരുപോലെ ഉണ്ടാവാൻ പഠിക്കണം. ആത്മാവ് എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ളതാണെന്നും അത് ഈ ഭൗതിക ലോകത്ത് ഒരു വസ്തുവുമായിട്ടും അറ്റാച്ച്മെന്റ് ഇല്ലാത്തതാണെന്നും അതിന് ഈ ഭൗതിക ലോകത്തിൽ ഒന്നും തന്നെ നേടുവാനോ നഷ്ടപ്പെടുവാനോ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കലാണ്. അതാണ് യഥാർത്ഥത്തിൽ സമത്വം. ആത്മാവ് ശാശ്വതമായിട്ടുള്ളതാണ്, ഭഗവാന്റെ അഭിന്നമായ ഒരു അംശമാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ അഭിന്നമായ ആത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ ഒന്നും തന്നെ നേടുവാനില്ല. അത് സമ്പത്താകട്ടെ, ഐശ്വര്യങ്ങളാകട്ടെ, അതുപോലെ തന്നെ ദുഃഖമാവട്ടെ, സുഖമാവട്ടെ, ലാഭമാവട്ടെ, നഷ്ടമാവട്ടെ, എന്ത് തന്നെയായാലും ഈ ഭൗതിക ലോകത്തിൽ ആത്മാവിന് അതുമായിട്ട് ഒരു ബന്ധമില്ല. ആത്മാവ് ഈ ഭൗതിക ലോകത്തിൽ കർമ്മബദ്ധനായിട്ട് ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ഇവിടെ വന്ന് ഈ മായയിൽ പെട്ട് കഴിയുന്നത് കൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിലുള്ള സകലതിനെയും ശാശ്വതമാണെന്നും എൻ്റെതാണെന്നും ഇതെല്ലാം എൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നും ഉള്ള ചിന്തയിൽ, അല്ലെങ്കിൽ എന്നും ഉള്ള മിഥ്യാധാരണയിൽ ഈ ഭൗതിക ലോകത്തിൽ പലതിനു വേണ്ടിയിട്ടും ആത്മാവ് എന്ത് ചെയ്യുന്നത്? ആത്മാവ് അലയുന്നത്. ഇവിടെ അർജുനൻ വന്നിട്ടും നഷ്ടബോധവും അദ്ദേഹത്തിന് ഉണ്ടാവാൻ പോകുന്ന ഐശ്വര്യങ്ങളുടെയും ബന്ധുക്കളുടെയും നഷ്ടത്തിനെ കുറിച്ചാണ് അർജുനൻ ആദ്യം തന്നെ പറഞ്ഞത്. എനിക്ക് എൻ്റെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടും എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടും കുലം നശിക്കുകയില്ലേ? അപ്പൊ അർജുനൻ ആദ്യം തന്നെ ഒരു ധാർമ്മിക രീതി, അല്ലെങ്കിൽ കർമ്മകാണ്ഡത്തിന്റെ രീതിയിൽ തന്നെയാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഭഗവാന് അർജുനന്റെ അടുത്ത് എന്ത് മനസ്സിലാക്കി കൊടുക്കണം? ഈ ആത്മാവ് നശിക്കലല്ല എന്നുള്ളതും ഈ ലോകത്ത് ഒന്നും തന്നെ ഒരു ജീവനും തന്നെ കൊല്ലപ്പെടുന്നില്ല എന്നുള്ളതും ഈ ഭൗതികമായ ശരീരവും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യവും വെറും താൽക്കാലികമാണെന്നും അത് ഒരു സ്വപ്ന തുല്യമാണെന്നും അർജുനന് മനസ്സിലാക്കി കൊടുക്കുക. ആ ഒരു അവസ്ഥയിൽ മാത്രമേ അർജുനന്
എന്ത് ചെയ്യുള്ളൂ? ഈ ലാഭനഷ്ടങ്ങളുടെയും ബന്ധുക്കളെ നഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള ദുഃഖവും കുലനാശം സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കുന്നുള്ളൂ. ഒരു കൃഷ്ണഭക്തൻ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്തിൽ ഒന്നും തന്നെ നേടുവാനില്ല. അയാൾക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം കൃഷ്ണനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, കൃഷ്ണനെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ സംതൃപ്തിപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നത് മാത്രമാണ്. അതിൻ്റെ മേലിൽ ലാഭം ഉണ്ടായാലും ശരി, നഷ്ടമുണ്ടായാലും ശരി, അത് ആർക്കുള്ളതാണ്? കൃഷ്ണനുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരു അവകാശവാദം ആർക്ക് ഉന്നയിക്കാൻ സാധിക്കുകയില്ല? ഒരു ഭക്തന് ഉന്നയിക്കാൻ സാധിക്കുകയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശാശ്വതനായി കൃഷ്ണന്റെ സേവകനാണ്. അദ്ദേഹം അതിൽ തന്നെ പൂർണ്ണ സന്തുഷ്ടനാണ്. ഈ ലോകത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ലാഭമോ നഷ്ടമോ ഒന്നും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമല്ല. അയാൾ ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും അദ്ദേഹം ഭഗവാന്റെ സേവകനായി തന്നെ തൻ്റെ നില തുടരും. ഭഗവാന്റെ ശാശ്വത സേവകനായി തന്നെ ആ നില തുടരും. ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന സമയത്തും ഭഗവാന്റെ ശാശ്വത സേവകനായിട്ട് ഒരു ഭക്തനെ എങ്ങനെ തുടരാം എന്നുള്ളതാണ് ഈ സമത്വം യോഗ ഉച്യതേ എന്നുള്ള വാക്കിൽ ഉപയോഗിക്കുന്നത്. സമത്വം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ആത്മാവിനെക്കുറിച്ച് ബോധവാനായിട്ട് ലാഭത്തിനെക്കുറിച്ചോ നഷ്ടത്തിനെക്കുറിച്ചോ ജയത്തിനെക്കുറിച്ചോ പരാജയത്തിനെക്കുറിച്ചോ ചിന്തിക്കാതെ ഒരാള് കൃഷ്ണാബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അല്ലേ? ഞാൻ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് എന്ത് നേട്ടം ഉണ്ടാവും? എനിക്കതിൽ നിന്ന് വ്യക്തിപരമായിട്ട് എന്ത് പദവി കിട്ടും? എനിക്ക് അതിൽ നിന്ന് എന്താണ് എൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എന്തിൽ നിൽക്കാൻ പറ്റത്തില്ല? കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി നിലനിൽക്കാൻ സാധിക്കുകയില്ല. അയാൾ കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ സ്വന്തം ഇന്ദ്രിയാസ്വാദനങ്ങൾക്കോ സ്വന്തം താല്പര്യങ്ങൾക്കോ പ്രാധാന്യമുണ്ടെങ്കിൽ അയാൾക്ക് കൃഷ്ണാവബോധത്തെ പ്രവർത്തനത്തിൽ പൂർണ്ണതയിലെത്താൻ കഴിയുകയില്ല. ഇസ്കോൺ എന്ന് പറയുന്നത് ഒരു കൽപ്പവൃക്ഷം പോലെയാണ്. നമ്മൾ ശ്രീല പ്രഭുപാദർ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഈ സംഘടന സ്ഥാപിച്ചു, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി. ഈ സമിതി എന്ന് പറഞ്ഞ് പൂർണ്ണമായും ഒരു ആധ്യാത്മിക പ്രക്രിയയാണ്. ഇവിടെ ഒരു വിധത്തിലുള്ള ഭൗതികമായ ആസ്വാദ്യങ്ങളെയോ ഭൗതികമായ ഒരാളുടെ പുരോഗതിയെയോ പ്രോത്സാഹിപ്പിക്കുവാൻ ഉതകുന്നതല്ല. ജനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ ജീവാത്മാക്കളെ ഭൗതികമായ വൃത്തികളിൽ നിന്നും ഭൗതികമായ ഐശ്വര്യങ്ങളിൽ നിന്നും ഭൗതികമായ ലാഭം ഉണ്ടാക്കുന്നതിൽ നിന്നും അവരതിൽ നിന്നും വിരക്തരാക്കി പൂർണ്ണമായും കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അതിനു വേണ്ടി തന്നെയാണ് ശ്രീല പ്രഭുപാദർ ഇത് സ്ഥാപിക്കപ്പെട്ടത്. ശ്രീല പ്രഭുപാദരുടെ ഒരു ശിഷ്യൻ ഒരിക്കൽ, അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ, അദ്ദേഹം ഗൃഹസ്ഥനായിരിക്കെ ഇസ്കോൺ തുടങ്ങിയ കാലത്ത് ഇസ്കോണിലുള്ള പല ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരികളുമെല്ലാം ആശ്രമത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ആദ്യകാലത്തിൽ ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരിയുമെല്ലാം ഇസ്കോണിൽ തന്നെ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിൽക്കാലത്ത് ഗൃഹസ്ഥന്മാര് അവര് പുറത്തു പോയി ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഭക്തൻ പുറത്തുപോയി ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങി അതിൽ നിന്ന് ഉള്ള വരുമാനം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇസ്കോണിൽ വരാം എന്ന് പറഞ്ഞ് പുറത്ത് അകന്നു നിന്ന് അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ ശ്രീല പ്രഭുപാദ് പറയുന്നു, എന്താണ്, അയാളെ കർമ്മകാണ്ഡ വിഷം ബാധിക്കും, അതുകൊണ്ട് ഇസ്കോൺ അമ്പലത്തിൽ നിന്ന് അദ്ദേഹം മാറി നിന്നിട്ട് ഒരു സേവനം ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. അപ്പോ കൃഷ്ണന്റെ സാമീപ്യത്തിൽ നിന്ന് ശ്രീല പ്രഭുപാദർ ഇതിന്റെ പർപ്പട്ടിൽ തന്നെ പറയുന്നു, കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ 2 തരത്തിലുള്ള പ്രക്രിയകൾ മാത്രമാണുള്ളത്. നിങ്ങൾക്ക് കൃഷ്ണാവബോധത്തിൽ വളരണമെങ്കിൽ, കൃഷ്ണാവബോധത്തിൽ നിങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കൃഷ്ണന്റെ പരിപൂർണ സേവകനാവുക, ഭഗവാൻ കൃഷ്ണനെ പരിപൂർണമായി അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഏർപ്പെടുക. അത് പറ്റിയില്ലെങ്കിൽ ഒരു കൃഷ്ണഭക്തന്റെ പരിപൂർണമായ സേവനത്തിൽ ഏർപ്പെടുക, അതായത് ഒരു ആധ്യാത്മിക ഗുരുവിന്റെ പരിപൂർണമായ സേവനത്തിൽ ഏർപ്പെടുക. കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഒരു വിധത്തിലും നമ്മളെ ഭൗതിക ഐശ്വര്യങ്ങൾക്കോ ഭൗതിക ഫലപ്രാപ്തിക്കോ ഉദ്ദേശിച്ചു കൊണ്ടിട്ടുള്ളതല്ല. ഭക്തന്മാര് നമ്മുടെ അമ്പലത്തിൽ ഇസ്കോണിൽ വരുമ്പോൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അതൊക്കെ അവർക്ക് നടക്കും. ഇസ്കോൺ വന്നിട്ട് ഒരു കൽപ്പവൃക്ഷം പോലെയാണ്.
അതിനകത്ത് വന്ന് നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾ ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നൂറുകണക്കിന് ഭക്തന്മാർ വന്ന് നിങ്ങളെ കാലിൽ നിന്ന് തൊഴുത് നിങ്ങളെ നമസ്കരിച്ച് ഹരേ കൃഷ്ണ പ്രഭു, അങ്ങ് തന്നെ, അങ്ങ് ഒരു പരമഭക്തനാണ് പ്രഭു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് അതിനകത്തുനിന്ന് ലഭിക്കും. നിങ്ങൾ അവിടെ ചെന്നിട്ട് അധികാരമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, കൃഷ്ണാവബോധ പ്രവർത്തനത്തിനകത്ത് ചെത്തി നിങ്ങൾ അധികാരമാണ് നിങ്ങളുടെ ലക്ഷ്യമാക്കി വയ്ക്കുന്നതെങ്കിൽ, എനിക്ക് ഈ ഇത്രയും വലിയൊരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന്റെ ഉന്നതത്തിലെ നിലയിൽ എനിക്ക് എത്തണം, അവിടെ എല്ലാവരെയും ഭരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ലഭിക്കും. നിങ്ങൾ ഉന്നതമായ പല സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അതല്ല നിങ്ങൾ സമ്പത്തും ഐശ്വര്യവുമാണ് നിങ്ങൾ അതിനകത്ത് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇസ്കോണിനകത്ത് നിന്ന് നിങ്ങളൊരു ഭക്തനായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിലധികം സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്ക് തരും. ഇസ്കോൺ ഒരു കൽപ്പവൃക്ഷം പോലെയാണ്. അതേസമയം ഒരു ഭക്തൻ പരിശുദ്ധ ഭക്തിയാണ് ആഗ്രഹിച്ചുകൊണ്ട് കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഈ പ്രസ്ഥാനത്തിന് സമീപിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പരിശുദ്ധ ഭക്തി അതിനകത്ത് നിന്ന് കിട്ടും. അദ്ദേഹത്തിന് ചിലപ്പോൾ മറ്റു പലതും കിട്ടിയെന്നിരിക്കില്ല, പക്ഷെ അദ്ദേഹത്തിനകത്തുനിന്ന് പരിശുദ്ധ ഭക്തി ലഭിക്കും. മായാപ്പൂരിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, പല തരത്തിലുള്ള ഭക്തന്മാരെ നമുക്ക് കാണാൻ പറ്റും. മായാപ്പൂരിലുള്ള ആ അന്തരീക്ഷത്തിനെ, ഭക്തന്മാരുടെ സംഘത്തിനെ ആസ്വദിക്കാനും അവിടെയുള്ള ഭൗതികമായ കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതവിടെ ലഭിക്കും. അവിടെ വന്നിട്ട് ഒരു ബിസിനസ് നടത്തി എൻ്റെ കുടുംബം നടക്കണം എന്ന് വിചാരിച്ച ചില ഡിവോട്ടീസ് അവിടെ പോകുന്നുണ്ട്. അവരവിടെ പോയി ബിസിനസ് ചെയ്തിട്ട് നല്ലതായിട്ട് അവരുടെ കാശൊക്കെ ഉണ്ടാക്കി, ഇഷ്ടം പോലെ കാശ്, വളരെയധികം കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ജീവിക്കാൻ പറ്റും. അതിനുള്ള അവസരവും അവിടെ ഉണ്ട്. എന്നാൽ ചില ഭക്തന്മാർ നിങ്ങൾക്ക് അവരെ നേരെ കാണാൻ പോലും കഴിയില്ല, നിങ്ങൾക്ക് അറിയാൻ പോലും കഴിയാത്ത രീതിയിൽ പരിശുദ്ധ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരും അതിൻ്റെ അകത്തുണ്ട്. കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ ലക്ഷ്യമാക്കുന്നത്, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനകത്ത് കിട്ടും. അപ്പോ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വാ ധനഞ്ജയ. ഈ സംഘം എന്തുമായിട്ടുള്ള എന്താണ് പറയുന്നത്? എങ്ങനെയുള്ള സിദ്ധ്യോ സമോഭൂക്വ. എന്തിനുള്ള ഡിറ്റാച്ച്മെന്റ്? ഭൗതിക ലോകവുമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ്, അതിനെല്ലാം വിരക്തിയായിട്ട് യോഗസ്ഥനായിരിക്കാനാണ് പറയുന്നത്. യോഗസ്ഥ എന്നുള്ള വാക്ക് ഇവിടെ പറയുന്നത് തന്നെ സന്തുലിതാവസ്ഥ എന്നാണ്. ഭൗതിക ലോകത്തിലെ സന്തുലിതാവസ്ഥ അസന്തുലിതാവസ്ഥ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ വിരക്തനായിട്ട്, ഒന്നിലും തന്നെ ആഗ്രഹമില്ലാതെ വിരക്തനായിട്ട് സിദ്ധ്യോ സമോഭൂത്വ, നിങ്ങൾക്ക് കിട്ടുന്നതിലോ ഇല്ലതിലോ, നേടിയാലും ശരി ഇല്ലെങ്കിലും ശരി, സമോഭൂത്വ സമത്വ യോഗ യുജ്യതേ, അതിനെയാണ് എന്ത് ചെയ്യുന്നത്? സമത്വം യോഗ യുജ്യതേ. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? അതിനെയാണ് സമത്വം അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഞാൻ ക്ലാസ്സിലാണ്. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ യോഗം എന്ന് ഉദ്ദേശിക്കുന്നത് ആ യോഗം ഉണ്ടാക്കാനുള്ള ഒരു നമുക്ക് ആ തലം, ആ പ്രതലത്തിനെയാണ് നമ്മൾ നിൽക്കുന്ന ആ ഒരു യോഗത്തിന് വേണ്ടി, യോഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രതലത്തിനെയാണ് ഇവിടെ യോഗസ്ഥ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ശ്ലോകം ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാധനഞ്ജയ ബുദ്ധോ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവ. ധനഞ്ജയ, ഹേ ധനഞ്ജയ, അവരം ഹി നികൃഷ്ടമായ കർമ്മപ്രവൃത്തിയെ ബുദ്ധിയോഗാ കൃഷ്ണാവബോധത്താൽ ദൂരേണ ഏറ്റവും ദൂരെ ഉപേക്ഷിക്കുക. അതുകൊണ്ട് ബുദ്ധൗ ഈ ബോധത്തിൽ ശരണം ആശ്രയം അന്വേഷിക്കുക. ഫലഹേതവ ഫലേച്ഛുക്കൾ കൃപണാഹ പിശുക്കന്മാരാണ്. തന്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസനാണെന്ന് മനസ്സിലാക്കിയവർ കൃഷ്ണാവബോധത്തോടു കൂടിയുള്ള കർമ്മത്തിൽ മാത്രം ഏർപ്പെടുന്നു. മുമ്പ് പറഞ്ഞതുപോലെ അതീന്ദ്രിയവും ഭക്തിപൂർണവുമായ ഭഗവത് സേവനമാണ് ബുദ്ധിയോഗം. അങ്ങനെയുള്ള ഭക്തിയുത സേവനമാണ് ജീവാത്മാക്കളുടെ ശരിയായ പ്രവർത്തനപഥം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? തന്റെ മൂലരൂപം ഭഗവാന്റെ നിത്യദാസനാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മത്തിൽ മാത്രം ഏർപ്പെടുന്നു. ഇതിന് മുൻപേ ഉള്ള കർമ്മത്തിൽ കുറച്ച് ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്, സ്വർഗീയമായിട്ടുള്ള സുഖങ്ങൾക്ക് പോലും നിങ്ങളെ പ്രാപ്തനല്ലാതാക്കും ഈ
ഈ കർമ്മം അനുഷ്ഠിക്കാതിരിക്കുന്നതെന്ന് പറയുന്നത്. അർജുനൻ വന്നിട്ട് ഒരു ക്ഷത്രിയനാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയിൽ പ്രവർത്തിക്കേണ്ടതായിരിക്കുന്നു. വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരാൾ അയാളുടെ പ്രവർത്തനങ്ങളുടെ യുദ്ധം, ഉദാഹരണത്തിന് ഒരു ക്ഷത്രിയൻ അയാളുടെ യുദ്ധം ചെയ്യുന്നതിനുള്ള അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ യുദ്ധത്തിൽ ജയിക്കുക, യുദ്ധത്തിൽ ജയിച്ചിട്ട് രാജാവായി ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുക. രണ്ടാമത്തത് അദ്ദേഹം യുദ്ധത്തിൽ മൃത്യു കൈവരിക്കുക, അദ്ദേഹം വീരസ്വർഗം ലഭിക്കുക. അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തി, അതായത് എന്താണ് വളരെ തന്നെ ചുരുക്കമായിട്ട് ആൾക്കാർക്ക് ലഭിക്കുന്ന ആ സമുന്നതമായ സ്വർഗലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇത് രണ്ടുമാണ് കർമ്മകാണ്ഡം അനുസരിച്ച് ഒരു ക്ഷത്രിയന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു അർജുനനെ സംബന്ധിച്ചിടത്തോളം ഒരു അദ്ദേഹം ഒന്നാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹം ഒരു സാത്വികനായിട്ടുള്ള, ഒന്നാമത്തെ അധ്യായത്തിൽ മനസ്സിലായി അദ്ദേഹം ഒരു സാത്വികനായിട്ടുള്ള ആളാണ് അർജുനൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യുദ്ധപരമായ കാര്യങ്ങളിൽ താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന് എന്ത് വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു? ഒരു കർമ്മകാണ്ഡത്തിൽ ക്ഷത്രിയന് യോജിച്ച വിധത്തിലുള്ള ധർമ്മം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ക്ഷത്രിയന് യോജിച്ച കർമ്മത്തിലുള്ള ഫലം എന്താണ്? സ്വർഗപ്രാപ്തിയും ഭൗതിക ഗുണങ്ങളും. ഇവിടെ അവരം കർമ്മ മുമ്പേ തന്നെ പറഞ്ഞു. എന്താണ് 3.1 തൊട്ട് അടുത്തുള്ള മൂന്നാമത്തെ അധ്യായത്തിലും 3.1 3. ഇതിലൊക്കെ ഇത് കർമ്മകാണ്ഡയുടെ ഇതിനെ കുറിച്ചൊക്കെ അർജുനൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ യോഗമാണ് വലുത്, ബുദ്ധിയോഗമാണ് വലുതെങ്കിൽ എന്തിന് അങ്ങ് എന്നെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബുദ്ധിയോഗമാണ് വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരം കർമ്മ, ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഈ കർമ്മം ഞാൻ ചെയ്യണമെന്ന് അങ്ങ് എന്തിനാണ് എന്നെ നിർദ്ദേശിക്കുന്നത് അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ അവരമായിട്ടുള്ള കർമ്മം, അതായത് ഫലപ്രാപ്തി ഉദ്ദേശിച്ചു കൊണ്ടുള്ള കർമ്മത്തിനെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അതീന്ദ്രിയം ഭക്തിപൂർവമായ ഭഗവത് സേവനമാണ് ബുദ്ധിയോഗം. ഇപ്പൊ ബുദ്ധിയോഗത്തിനെ കുറിച്ച് പറയും. ബുദ്ധിയോഗം എന്താണ്? ഭഗവാന്റെ സേവനം. അതീന്ദ്രിയമായിട്ടുള്ള ഭഗവാന്റെ സേവനത്തിനെയാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തിയുത സേവനമാണ് ജീവാത്മാക്കളുടെ ശരിയായ പ്രവർത്തന പദം. ജീവാത്മാക്കൾക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ എന്നാണ് പ്രഭുപാദ് പറയുന്നത്. എന്താണ്? അവരുടെ യഥാർത്ഥ പ്രവർത്തന പദം. അവർ കർമ്മകാണ്ഡത്തിൽ പരിശീലിക്കണം എന്നില്ല, മറ്റൊരു കർമ്മവും അനുഷ്ഠിക്കണം എന്നില്ല, അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിപാലിക്കണമെന്നില്ല. ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു മൈൽ സ്റ്റോൺ ഇവിടെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സന്തതികളെ, പരമ്പരകളെ സൃഷ്ടിച്ചിട്ട് അവരെ ഉന്നതിയിലാക്കി എത്തിച്ചു വയ്ക്കാനുള്ള പ്രയത്നം ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ പരമ്പരയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നിലനിർത്തണം. ഇതൊന്നും ഒരു ജീവാത്മാവിന്റെ പ്രവർത്തന പദമല്ല. ജീവാത്മാവിന്റെ പ്രവർത്തന പദം എന്താണ്? ഭക്തിപൂർവമായ ഭഗവത് സേവനം ഒന്ന് മാത്രമാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനം അധികം ഭൗതിക പ്രവർത്തനങ്ങളിൽ കുടുങ്ങുവാൻ വേണ്ടി മാത്രം സ്വകർമ്മങ്ങളുടെ ഫലം പിശുക്കന്മാർ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. സ്വകർമ്മങ്ങളുടെ ഫലം വീണ്ടും ഈ വീണ്ടും നമ്മളെ കർമ്മബന്ധനത്തിൽ ഏർപ്പെടുത്തുകയുള്ളൂ. അത് ആഗ്രഹിക്കുന്നത് പിശുക്കന്മാർ മാത്രമാണെന്ന് പറയുന്നത്. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നവയൊഴികെ എല്ലാ കർമ്മങ്ങളും നികൃഷ്ട കർമ്മങ്ങളാണ്. അവ ജനന മരണ ശൃംഖലയിൽ മനുഷ്യനെ തുടരെ തളച്ചിരുന്നു. കണ്ട, നമ്മള് ഈ ലോകത്തെ ശരി തെറ്റ്, പാപം പുണ്യം, പാപമേ ചെയ്യാവൂ പുണ്യമേ ചെയ്യാവൂ എന്നൊക്കെ പറയുന്നു. ഈ ഒരു വരി നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നവയൊഴികെ എല്ലാ കർമ്മങ്ങളും നികൃഷ്ടങ്ങളാണ്. കൃഷ്ണാവബോധത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നികൃഷ്ടമാണ്. നിങ്ങൾ ഏറ്റവും വലിയ രാജ്യസ്നേഹി ആയിക്കോട്ടെ, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ ജീവൻ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളായിക്കോട്ടെ, നികൃഷ്ടമായ പ്രവൃത്തിയാണ്. അതിന് പുണ്യമെന്നോ ശ്രേയസ്കരമോ എന്നും ആത്മീയതലത്തിൽ പറയാൻ പറ്റില്ല. നിങ്ങൾ വലിയ പുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാര്, ജനസേവനം ചെയ്യുന്ന ആൾക്കാർ, വളരെ ആശുപത്രിയും അന്നദാനവും ഒക്കെ നടത്തുന്ന ആൾക്കാരായിക്കോട്ടെ, അതിനെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എപ്പോ ഒരാള് കൃഷ്ണാവബോധപരമായ പ്രവർത്തനങ്ങളിൽ കൂടി അല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃഷ്ണാവബോധപരമായിരിക്കണം. എന്നാൽ പിന്നെ ഇവിടെ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 1-ാം അധ്യായത്തിന്റെ പുറപ്പെട്ടിൽ കൃഷ്ണൻ പറയുന്നു അത് കൃഷ്ണാവബോധപരമായ പ്രവർത്തനമാണ്. ഭഗവാൻ തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ അതിന്റെ ക്രെഡിറ്റ് ഒരു ഭക്തന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഭക്തനെ അതിൽ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്.
ഒരു കർഷകൻ തൻ്റെ വിളനിലത്തിൽ, ഭഗവാനാണ് എല്ലാവരുടെയും സൃഷ്ടാവ്, ഈ ഭൗതിക പ്രപഞ്ചത്തിലെ കൃഷി വയ്ക്കുന്ന കർഷകനാണ്, എല്ലാ പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവ് എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെ എൻ്റെ ജോലി എന്താണ്? ഈ കൃഷി നിലത്തിനകത്ത് കള പറിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ജീവരാശിയെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ നിന്നും ആത്മീയ പ്രവർത്തനങ്ങളിലും ധാർമ്മിക പ്രവർത്തനങ്ങളിലും ഏറ്റവും തടസ്സമായി നിൽക്കുന്ന, അതായത് ഈ ഭൗതിക ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ അത് വളരെ പ്രശ്നക്കാരായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന എന്നുള്ളതാണ്. ഭഗവാൻ പറയാം സംഭവാമി യുഗേ യുഗേ, ഭഗവാൻ വരുന്നത് പോലെ അത് തന്നെയാണ്. വിനാശായ ദുഷ്ടിതാം ധർമ്മ സംസ്ഥാപനാസ്ഥായ. അദ്ദേഹത്തിന് ആ ധർമ്മ സംസ്ഥാപനം എന്നുള്ള കർമ്മം അദ്ദേഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഭക്തന്മാരെ ഉപയോഗിക്കുകയാണ്. ആ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അർജുനന്റെ ഇവിടുത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് കൃഷ്ണ അർജുനനെ ഇതിൽ പ്രവർത്തിക്കാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അർജുനന് പാപമോ പുണ്യമോ ഒന്നും ബാധിക്കുകയില്ല. പാപത്തിനും പുണ്യത്തിനും മോചിതരാവുകയാണ്. അർജുനന് ആദ്യം തന്നെ അർജുനന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം എന്താണ്? ഈ യുദ്ധം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കുന്നതാണ്. അതൊന്നും തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കുന്നില്ല, എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുന്നില്ല, സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, രാത്രി കിടന്നാൽ ഉറക്കവും കൂടെ കിട്ടില്ല എന്നുള്ളതാണ് അദ്വൈതം ഉദ്ദേശിക്കുന്ന കാര്യം. അതിനേക്കാളും പോയി എവിടെയെങ്കിലും സന്യാസം സ്വീകരിച്ച് ഭിക്ഷ എടുക്കുന്നത് ശരിയാണെന്ന് അർജുനൻ പറയുന്നു. അർജുനന്റെ കാഴ്ചപ്പാടിൽ അത് വളരെ ശരി തന്നെയാണ്. അർജുനൻ വന്നിട്ട് വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ചുള്ള ഒരു സാത്വികനായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ നിലവാരത്തിലേക്കാണ് അർജുനൻ, ഒരു ഭക്തന്റെ നിലവാരത്തിലാണ് അർജുനൻ സംസാരിക്കുന്നത്. കാരണം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തിൽ ഇതൊന്നും നേടിയിട്ട് വലിയ കാര്യമില്ല. നല്ല പുണ്യപരമായിട്ടുള്ള സുഹൃതകരമായിട്ടുള്ള എല്ലാവർക്കും നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പുണ്യപ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. കൃഷ്ണൻ അർജുനനെ കൊണ്ടുപോകുന്നത് കൃഷ്ണാബോധപരമായ ആത്മീയമായ പ്രവർത്തനത്തിൽ വേണ്ടിയിട്ടാണ്. എല്ലാത്തിൽ നിന്നും സംഘം തെക്വ, എല്ലാത്തിൽ നിന്നും വിരക്തിയോട് കൂടി ചെയ്യുന്ന പ്രവർത്തനമാണ്. തൊട്ട് മുമ്പത്തെ ശ്ലോകത്തെ പറഞ്ഞുള്ള വിരക്തമായിട്ട് വിരക്തിയോടുകൂടിയുള്ള കർമ്മം, സിദ്ധ്യോ സമോഭൂക്ത സമത്വം യോഗ ഇച്ഛതേ, ഒന്നിനും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഫലപ്രതീക്ഷയോടുകൂടി അല്ലാത്ത കർമ്മം ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഈ ഭൗതിക ലോകത്തിൽ ഒന്നും തന്നെ ഒരു മനുഷ്യന് വേറിട്ട് ചെയ്യേണ്ടതില്ല. നമ്മൾ ഗ്രേറ്റ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ഒരു ആത്മീയമായ ഒരു കാഴ്ചപ്പാടിൽ കൂടി നമ്മൾ ഈ കാണുന്ന വളരെ ഉത്തമം, വളരെ മഹത്തരമാണെന്ന് വിചാരിക്കുന്ന പല കർമ്മങ്ങളും നമ്മൾ അവർക്ക് ഭാരതഭൂഷണും ഭാരതരത്നയും ഒക്കെ നൽകി നമ്മൾ ബഹുമാനിക്കുമെങ്കിലും ഒരു ആത്മീയമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ അതിനൊന്നും തന്നെ യാതൊരു വിലയുമില്ല. എല്ലാം അതിനൊരു വില ഉണ്ടാവണമെങ്കിൽ അതെല്ലാം കൃഷ്ണാവബോധപരമാവണം. കൃഷ്ണാവബോധത്തിൽ, കാരണം കൃഷ്ണാവബോധം മാത്രമേ ഒരു ജീവാത്മാവിനെ പൂർണ്ണമായും ഈ ഭൗതിക ലോകത്തിൽ ബന്ധനത്തിൽ നിന്ന് മുക്തിപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ഉത്തമമെന്ന് പറയുന്ന കർമ്മം ചെയ്യുന്ന ആളിനോ അതിൻ്റെ ഫലം സ്വീകരിക്കുന്ന ആളിനോ അതിൻ്റെ ഉപഭോക്താവിനോ അത് സൃഷ്ടിക്കുന്ന ആളിനോ രണ്ടുപേർക്കും അത് ഗുണകരമായിരിക്കില്ല. രണ്ടുപേർക്കും തന്നെ അത് ഗുണകരമാവാൻ വഴിയില്ല. കൃഷ്ണാവബോധപരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വ്യക്തി അയാൾ സ്വയം തന്നെ മുക്തനാവുകയും സ്വയം സന്തോഷ ആനന്ദത്തിന്റെ മാർഗത്തിലേക്ക് എത്തുകയും പൂർണ്ണനാവുകയും ചെയ്യുന്നു. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയും കൂടെയായിട്ടുള്ള അതിൽ ബന്ധപ്പെടുന്ന ആളിനെയും അതിൽ നിന്ന് മുക്തനാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണാവബോധ പ്രവർത്തനമല്ലാത്ത ബാക്കി എല്ലാം തന്നെ നികൃഷ്ടങ്ങളാണ് എന്ന് ഇവിടെ പ്രഭുപാദ അദ്ദേഹത്തിന്റെ പർപ്പട്ടിൽ അദ്ദേഹം പറയുന്നു. അവ ജനന മരണ ശൃംഖലയിൽ നിന്ന് മനുഷ്യനെ തുടരെ തളച്ചിടുന്നു. എന്തുകൊണ്ടാണത്? ജനന മരണ ചക്രത്തിൽ തളച്ചിടുന്നത് മാത്രമാണ്. അതുകൊണ്ട് കർമ്മത്തിന് ഹേതുഭൂതനാകാൻ ആരും ആഗ്രഹിച്ചുകൂടാ. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യുന്നതും കൃഷ്ണാവബോധത്തോടു കൂടി കൃഷ്ണന്റെ സംതൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. ഇവിടെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ മുമ്പേ ഇരുന്ന് ഞാൻ സംസാരിക്കുന്ന അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ആലോചിക്കുക, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം കൃഷ്ണാവബോധപരമാണ്, ഞാൻ ഭഗവാന്റെ ഇച്ഛയ്ക്ക് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയാണ് ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരാൾ ഒന്നുകിൽ കൃഷ്ണന്റെ സേവനത്തിൽ പൂർണ്ണമായിട്ട് ഇടപെടണം, അല്ലെങ്കിൽ ഒരു കൃഷ്ണ ഭക്തനെ പൂർണ്ണമായിട്ട് സേവനത്തിൽ അയാൾ ഏർപ്പെടണം. അത് നമ്മൾ ഹൃദയത്തോടു കൂടി നമ്മൾ ഒന്ന് ഹൃദയത്തിൽ തന്നെ ഇരുത്തി ഉള്ളിലേക്ക് മനസ്സിരുത്തി നമ്മൾ ചിന്തിച്ചു പോകണം, ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായി ആ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നു.
ഞാൻ എത്രത്തോളം കൃഷ്ണന് വേണ്ടിയിട്ട് സേവനത്തിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു, എത്രത്തോളം ആത്മാർത്ഥമാണ് എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ സുഖത്തിനോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള അഭിവൃദ്ധിക്കോ അല്ലാതെ അതെല്ലാം കൃഷ്ണാവബോധപരമായിട്ട് എൻ്റെ കൃഷ്ണാവബോധത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തികളും നമുക്കൊരിക്കലും വീട്ടിൽ ഇപ്പൊ പല ഭക്തന്മാരും പറയുന്നത്, എനിക്ക് വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് കൃഷ്ണാവബോധം ചെയ്യാം, ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ല, അമ്പലത്തിൽ പോകുന്നതിന് ഞാൻ വീട്ടിൽ നിന്ന് ജപിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനല്ല, നമ്മളെപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരുടെയോ അമ്പലത്തിലോ പോയി അതുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മളെപ്പോഴും ഇസ്കോണിലുള്ള അമ്പലങ്ങളിലോ, അപ്പൊ ഞാൻ പറയണം ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണുണ്ട് പ്രഭു, ഞാൻ അത് മതി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, ഞാൻ അവിടെ പോയി നന്നായിട്ട് ജപിക്കുന്നുണ്ട്, അവിടെയുള്ള എല്ലാ ഉത്സവത്തിലും പങ്കെടുക്കുന്നുണ്ട്, അവിടെ ചെന്ന് അർച്ചന നേർച്ചയൊക്കെ തരുന്നു, അതുകൊണ്ട് കൃഷ്ണാബോധം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു പുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടും. കൃഷ്ണാവബോധം ഒരിക്കലും നമ്മൾ ഒരു അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ അവിടെ ചെന്ന് കുറെ സമയം നമ്മൾ ചെലവഴിച്ചത് കൊണ്ടോ ആവില്ല. നമ്മൾ കൃഷ്ണാബോധം പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് പോയി അതിനെപ്പറ്റി ഭക്തന്മാരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുകയും അവരുടെ സത്സംഗം നമ്മൾ എടുക്കുകയും ചെയ്യണം. അത് ഒരു പ്രക്രിയ കൊണ്ട് മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ കൃഷ്ണപ്രേമം ഉണ്ടാവുകയുള്ളൂ. മറ്റേത് വിധത്തിൽ നമ്മൾ പോയാൽ ശരി, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, കൃഷ്ണാവബോധം ഉണ്ടാവുകയില്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് ശരിയാണ്, പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്? അവിടെ ഒന്നുകിൽ നമ്മുടെ ഏറ്റവും പരമമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിനെ കുറിച്ചുണ്ടായിരിക്കാം, മോക്ഷത്തിനെ കുറിച്ച് ഉള്ള ആഗ്രഹമാണ്. ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഒന്നുകിൽ സ്വർഗം കിട്ടണം അല്ലെങ്കിൽ മോക്ഷം കിട്ടണം, ഭൗതിക കാര്യങ്ങൾ ആഗ്രഹിക്കണം. അത് സ്വാഭാവികമാണ്, നമുക്കറിയില്ല. നമ്മൾ ഭക്തന്മാരുടെ സത്സംഗത്തിൽ ഇരുന്നാലും കൂടി തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. ഒരു പരിശുദ്ധ ഭക്തനോ അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തന്മാർ ഇരിക്കുന്ന ആ സ്ഥലങ്ങളിലോ കൂടിയിട്ട്, അതായത് മധുരാവാസം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഭക്തി രസാമൃതത്തിൽ ഭക്തിയെ സഹായിക്കുന്ന പല പല കാര്യങ്ങളിൽ ഒന്നാണ് മധുരാവാസം. കീർത്തനം, ഭാഗവത പാരായണം, നാമസങ്കീർത്തനം, മധുരാവാസം, ഇതൊക്കെ വിഗ്രഹം ആരാധന, ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മധുരാവാസം, അതായത് ഭഗവാന്റെ ഭക്തങ്ങൾ വിളിക്കുന്ന ധാമങ്ങൾ, പുണ്യധാമങ്ങളിൽ ചെന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പരിശുദ്ധമായ കൃഷ്ണഭക്തി എവിടെ നിന്ന് കിട്ടുമോ ആ സ്ഥലത്തിൽ നമുക്ക് പോകണം. ആ സ്ഥലത്ത് പോയി നമ്മളെ അന്വേഷിച്ച് ചെന്നിട്ട് അവരുടെ ഉള്ള ഭക്തന്മാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അസോസിയേഷൻ എടുക്കണം. അല്ലാത്ത അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് പുണ്യതീർത്ഥങ്ങളിൽ ഗംഗയിലൊക്കെ പോയി കുളിക്കുന്നത് പോലും അത് വെറും കാക്കയും കൊക്കും കുളിക്കുന്നത് പോലെയാണ്. അവിടെ ചെന്ന് കുളിച്ചിട്ട് വരുന്നത്. കാരണം എന്താണ്? നമ്മുടെ ബോധത്തിൽ അത് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. നമ്മൾ നിരന്തരം അമ്പലത്തിൽ പോകുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഭക്തിയെ കുറിച്ച് എവിടുന്ന് മനസ്സിലാക്കി? ശ്രീല പ്രഭുപാദർ ഈ മിഷൻ ഉണ്ടാക്കി, ഇവിടെ വന്നിട്ട് ഇസ്കോണിന്റെ സംഘടന ഉണ്ടാക്കി, ഏതോ ഒരു ഭക്തൻ എവിടെന്നോ കൊണ്ടുവന്നിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു, ഈ മാല പിടിച്ച് നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം, കൃഷ്ണ ഭക്തനാവണം, നിങ്ങൾക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകണം, കാമക്രോധങ്ങളെ മനസ്സിൽ ഇല്ലാതാക്കണം, നിങ്ങളുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ എല്ലാം ഒഴിവാക്കിയിട്ട് പരിശുദ്ധമായ കൃഷ്ണന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടണം, നിങ്ങൾ ഭഗവാന്റെ ശാശ്വതമായ അംശമാണ്. ഈ കാര്യങ്ങളൊക്കെ ഏതോ ഒരു ഭക്തൻ നമുക്ക് വന്ന് ഇരുന്ന് കാരുണ്യത്തോടെ പറഞ്ഞു കേട്ടത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ അനുഷ്ഠിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായത്. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്, ഇനി കുറച്ചു ദിവസം ഞാൻ വേറെ അമ്പലത്തിലേക്ക് പോവാം, എനിക്ക് ഭക്തന്മാരെ അസോസിയേഷൻ വേണ്ട, ഗുരുവിനെ കാണാൻ പോണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊരിക്കലും നമുക്ക് ഭക്തി ഉണ്ടാവില്ല. ഭക്തി ഉണ്ടാവണമെങ്കിൽ എവിടെയാണോ ഭക്തി വിതരണം ചെയ്യുന്നത്, ഭക്തി പ്രദാനം ചെയ്യുന്നത്, അവിടെ നമ്മൾ പോയാലേ നമുക്ക് കിട്ടുള്ളൂ. അന്നദാനം എവിടെ നടക്കണം അവിടെ പോയാലേ നമുക്ക് അന്നദാനം എന്താണെന്ന് അവിടെ കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് എവിടെയാണോ ഭക്തി വിതരണം ചെയ്യുന്നത്, ഭക്തിയെക്കുറിച്ച് ആൾക്കാർ പറയുന്നത്, അവിടെ പോയി കേൾക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, അയാൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റിയ കാര്യമാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആ പറയുന്ന ആൾ ഒരു കൃഷ്ണഭക്തനാണോ എന്ന് ആദ്യം നമ്മൾ നോക്കണം.
കൃഷ്ണഭക്തനല്ലാത്ത ഒരാൾ പറയുന്ന കാര്യങ്ങൾ ഭാഗവത ശ്രവണം. ഞാൻ എല്ലാ ഭാഗവത സപ്താഹത്തിനും പോകാറുണ്ട് പ്രഭു. ഞാൻ അവിടെ ഒരു നമ്പൂതിരി ഭാഗവത സപ്താഹം ഉണ്ടായിരുന്നു, ഇനി ഒരു സ്ഥലത്ത് നൃത്തം ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഭാഗവത സപ്താഹം കേൾക്കാറുണ്ട്. എല്ലാ സമയത്തും ഇന്ന ദേവീക്ഷേത്ര സപ്താഹം നടത്താറുണ്ട്, അവിടെ എല്ലാം ഞാൻ പോവാറുണ്ട് എന്ന് പറയും. പക്ഷേ അവിടെ എല്ലാം സപ്താഹം പറയുന്നതും കേൾക്കുന്നതും നിങ്ങൾ ആദ്യം അതൊരു കൃഷ്ണഭക്തനാണോ പറയുന്നത്? അവൈഷ്ണവ മുഖാദീർണം പൂതം ഹരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം സർപ്പോച്ഛിഷ്ടം യഥാപയ. സർപ്പോച്ഛിഷ്ടം യഥാപയ. ഇതിപ്പോ ഈ ക്ലാസ് കഴിയും. ഈ ക്ലാസ് കഴിഞ്ഞ് രാത്രി 8:30 മുതൽ 9 വരെ അടുത്ത് നാരായണീയം ക്ലാസ്സിന് പോകും നിങ്ങൾ. അതാര് പറയുന്നത്? ഒരു കൃഷ്ണഭക്തനാണോ അല്ലയോ എന്നുള്ളത് ആദ്യം നമ്മൾ പരിശോധിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടും, കുറെ അറിവ് കിട്ടും, നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളെ തലയ്ക്കകത്ത് കിട്ടും. പക്ഷെ നമുക്ക് എന്ത് കിട്ടില്ല? കൃഷ്ണഭക്തി കിട്ടില്ല. കൃഷ്ണഭക്തി എവിടെയുണ്ട്? ഒരു ഭക്തന്റെ ഹൃദയത്തിൽ മാത്രമേ ഉള്ളൂ. ആ ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് നമുക്ക് ഭക്തി കിട്ടുന്നത്, തലച്ചോറിൽ നിന്ന് തലച്ചോറിലോട്ടല്ല. നമ്മൾ ഉണ്ടാക്കുന്ന പാണ്ഡിത്യത്തിൽ കൂടിയോ, നമ്മൾ എത്രത്തോളം വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടെന്നോ എന്നുള്ളോ അതിൽ നിന്നല്ല നമുക്ക് എന്ത് കിട്ടുന്നത്? കൃഷ്ണാവബോധം കിട്ടുന്നത്. അത് ഒരു ഭക്തന്റെ ഹൃദയത്തിനകത്താണ് ഇരിക്കുന്നത്. ആ ഭക്തന്റെ ഹൃദയത്തിനകത്തു നിന്നാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് കിട്ടുന്നത്. അത് തപ്പിയാണ് നമ്മൾ നടക്കുന്നത്. ഈ സത്സംഗം അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ഭക്തിക്ക് വേണ്ടിയുള്ള അലച്ചിലാണ്. എവിടെ നിന്ന് എനിക്ക് കിട്ടും? ഏതൊരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്? ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അത് ഇനി ഒരു പണ്ഡിതന്റെ തലച്ചോറിൽ നിന്നാണ്, തലച്ചോറിൽ നിന്ന് കിട്ടേണ്ട കാര്യമല്ല. ഇനി ഒരു പണ്ഡിതന്റെ തലച്ചോറിനകത്തല്ല, ഒരു ഭക്തന്റെ ഹൃദയത്തിൽ. ആ തലച്ചോറിനകത്ത് നമുക്കൊരു നോളജ് കിട്ടും. പക്ഷെ ഭക്തി എന്ന് പറയുന്നത് ആ ഹൃദയത്തിനകത്ത് നിന്ന് വരുന്ന കഥയാണ്, കൃഷ്ണകഥയാണ്. അതാണ് പറയുന്നത്, അവൈഷ്ണവ മുഖാദീർണം പൂതം കരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം. ആ പരിശുദ്ധമായ കൃഷ്ണഭക്തിയെ എന്ത് ചെയ്യുന്ന? ഹരിതാമൃതം സെവനം അവൈഷ്ണവരായിട്ടുള്ള കൃഷ്ണഭക്തന്മാരല്ലാത്തതായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇന്ന് കേൾക്കരുത്. അനേക വിദ്യാ നിപുണ മന്ത്രതന്ത്ര വിശാരദ അവൈഷ്ണവോ ഗുരു നസ്യാത് വൈഷ്ണവശ്വപചോ ഗുരു. ഒരു ആള് ഏറ്റവും ഭയങ്കര എല്ലാ ശാസ്ത്രങ്ങളെയും പഠിച്ചിട്ടുള്ള മന്ത്രതന്ത്രങ്ങളിൽ വിശാരദനായിട്ടുള്ള ആളാകട്ടെ, അയാള് ഒരു വൈഷ്ണവനല്ലെങ്കിൽ, ഒരു കൃഷ്ണഭക്തനുണ്ട് അല്ലെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരിക്കലും ഒന്നും സ്വീകരിക്കാൻ പാടില്ല. എന്താണ്? വൈഷ്ണവശ്വപചോ ഗുരു. ഇനി ഒരു കൃഷ്ണഭക്തൻ, അയാള് ഒരു പട്ടിയെ തിന്നുന്ന ആള്, ഒരു നായാടി ആയിപ്പോലും ഒരു പട്ടിയെ തിന്നുന്ന ആള്, കുടുംബ കുലത്തിൽ ജനിച്ച ആളായാലും അയാളെ നമുക്ക് എന്തായി സ്വീകരിക്കാം? ഒരു ഗുരുവായിട്ട് സ്വീകരിക്കാന്ന് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമാണ് ഭക്തന്മാരുടെ അസോസിയേഷൻ. അപ്പോൾ ഒരു ഭക്തന്റെ, നമുക്ക് ഒരു ഭക്തി മാർഗത്തിൽ നമ്മൾ പുരോഗമിക്കാൻ വേണ്ടി ഒരു ഭക്തന്റെ ഏറ്റവും വലിയ അത്യാവശ്യമായ ഘടകമാണ് ഭക്തന്മാരുടെ സത്സംഗം. അത് എവിടെ നിന്ന് കിട്ടും? എവിടൊക്കെ ഭഗവാന്റെ അമ്പലങ്ങളുള്ളോ അവിടെ പോയാലും നമുക്ക് കിട്ടില്ല. നമ്മളൊക്കെ കുറെ കാലം പല പല അമ്പലങ്ങളിൽ അറിഞ്ഞു നടന്നതാണ്. അപ്പോഴൊക്കെ നമ്മളെ ചിന്തയിൽ എന്തായിരുന്നു? അയ്യോ, എനിക്കൊരു കൊച്ചുണ്ടായില്ലെങ്കിൽ എങ്ങനെ എനിക്ക് ആര് ബലികർമ്മം ചെയ്യും? എൻ്റെ ഗൃഹസ്ഥാശ്രമം എങ്ങനെ പൂർണ്ണമാവും? എൻ്റെ ബലികർമ്മങ്ങൾ ചെയ്യാതെ എനിക്ക് എങ്ങനെ മോക്ഷം കിട്ടും? ഇതൊക്കെയായിരുന്നു നമ്മളെ ചിന്ത. ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം കൃഷ്ണബോധവാനാകണം. നമ്മൾ ഉദ്ധരിക്കണം, സ്വയം ഉദ്ധരിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. ബാക്കിയുള്ളതെല്ലാം കർമ്മകാണ്ഡമാണ്. വീണ്ടും ജന്മകർമ്മ ഫലപ്രദ ആണ് നമുക്കിപ്പോ മനസ്സിലായി. അതുകൊണ്ട് ഈ 2 ശ്ലോകങ്ങളിൽ നമുക്ക് എന്ത് മനസ്സിലായി? സംഘം തെക്വ എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. രണ്ടാണ് ഭുക്തിയുക്തോ ജഗാദീഹ, ഭുക്തിയുക്തമല്ല, ദൂരേക്ക് അവരം കർമ്മ. അവരം കർമ്മ എന്ന് പറഞ്ഞാൽ ഫലോദ്ദേശത്തോടു കൂടിയുള്ള കർമ്മം, അതായത് കർമ്മകാണ്ഡ കൂടിയുള്ള കർമ്മം. കർമ്മകാണ്ഡ നമ്മൾ ഭയങ്കര ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആളായിരിക്കാം. വലിയ പുണ്യമായിട്ടുള്ള യജ്ഞങ്ങൾ കർമ്മങ്ങളൊക്കെ നമ്മൾ ശാസ്ത്രപ്രകാരം പറയുന്നതായിരിക്കാം. പക്ഷെ അതിന് അവരം കർമ്മം എന്നാണ് പറയുന്നത്. അതിന് കൃഷ്ണാബോധം അതിനകത്ത് ഇല്ലെങ്കിൽ, അത് കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെങ്കിൽ, അതിൽ എൻ്റെ ചില താല്പര്യങ്ങളോ എൻ്റെ ഭൗതികമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവരം കർമ്മയാണ്. അവരം കർമ്മത്തിന് എങ്ങനെ ഉപയോഗിക്കും? ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ കൃഷ്ണാബോധ പരിശുദ്ധ ഭക്തിയുത സേവനം. ആ ബുദ്ധിയോഗം കൊണ്ട് അതിനെ ഭക്തിയുത സേവനമാക്കി മാറ്റിയിട്ട് നമുക്ക് അതിനെ ശുദ്ധീകരിക്കാന്ന് പറയാം. അപ്പൊ ഈ 2 ശ്ലോകങ്ങളും, ഒന്ന് ഡിറ്റാച്ച്മെന്റ്, നമ്മളെ ഭൗതിക സേവനം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം?
ഡിറ്റാച്ച്ഡ് ആയിട്ട് ഭഗവാന്റെ സേവനത്തിൽ ഇരിക്കണം. സംഘം തെക്വാ ധനഞ്ജയ സിദ്ധ്യോ സമോഭൂത്വ. നമ്മൾ എന്താണ് ഡിറ്റാച്ച്ഡ് ആയിട്ട് സേവനം അനുഷ്ഠിക്കാൻ പഠിക്കണം. രണ്ടാമതെന്താണ് ഫലപ്രയോഗം. നമ്മൾ ചെയ്യുന്ന കലകളിലുള്ള കർമ്മകാണ്ഡ അഫക്റ്റഡ് ആയിട്ടുള്ള, കർമ്മകാണ്ഡ സ്വാധീനമുള്ള, അല്ലെങ്കിൽ ഫലപ്രേക്ഷയോടിട്ടുള്ള അവരങ്ങളായി കൃഷ്ണാബോധപരമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിച്ചു നിർത്താം, മാറ്റി നിർത്താം. അങ്ങനെ നമുക്ക് അതാണ് ആ രീതിയിൽ കൂടി നമുക്ക് ഉന്നതമായ യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനിലേക്ക് ഉള്ള ചേരൽ, ഭഗവാൻ കൃഷ്ണനിലേക്കുള്ള പോകൽ, ഇതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഈ 2 ശ്ലോകത്തിലും നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ഒന്ന് ബുദ്ധിയോഗം, രണ്ടാമത്തത് സമത്വം. ഒന്ന് സമത്വം പാലിക്കുക. ആ പ്ലാറ്റ്ഫോം, നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എങ്ങനെയുള്ളതായിരിക്കണം? സമത്വമുള്ളതായിരിക്കും. സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ചാഞ്ചല്യമില്ലാത്ത ആത്മസ്ഥിതനായിട്ടുള്ള, ആത്മന്യവാത്മനസ്തുഷ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മാവിൽ സ്ഥിതനായിട്ടുള്ള അവസ്ഥ. ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ കൃഷ്ണാവബോധപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. എങ്ങനെ കൃഷ്ണാവബോധപരമായ പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടാം എന്ന് മനസ്സിലാക്കുക. ഇത് രണ്ടുമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കമന്റ്സും പറയാം. പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരും കേൾക്കുന്നില്ലേ? അവര് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് ചോദിക്കാത്തതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ക്ലോസ് ചെയ്യാം പ്രഭു.